ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമുക്ക് ഇന്ന് ഒരു സിമ്പിളായിട്ടുള്ളൊരു ബോട്ടം സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചാലോ. ബിഗിനേഴ്സിന് വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു ബോട്ടമാണിത്. ഇതിപ്പോൾ 60 ഇഞ്ച് വിടുത്തുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് 1 മീറ്റർ മതിയാവും ഈ ബോട്ടം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. വളരെ സിമ്പിളായിട്ട് വളരെ വേഗം തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ കഴിയും. നമ്മൾ ഇതിനു മുമ്പ് പെൻസിൽ ബോട്ടത്തിൻ്റെ ഒരു കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം അതുപോലൊക്കെ തന്നെയാണ് ഇതിൻ്റെ കട്ടിങ് വരുന്നത്. ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് അത് കാണാത്തവർ അതൊന്ന് പോയി കാണുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിനായിട്ട് മെറ്റീരിയൽ ഇതുപോലെ 4ആയിട്ട് മടക്കി ഇടുക. എന്നിട്ട് നമ്മുടെ വെസ്റ്റ് അളവ് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. ഞാനിവിടെ 11 അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. എന്നിട്ട് തയ്യൽ തുമ്പ് സഹിതമാണ് ഞാൻ 11 അടയാളപ്പെടുത്തുന്നത്. ഇത് മുഴുവൻ ഞാൻ തയ്യൽ തുമ്പ് സഹിതമാണ് പറയുന്നത്. വെസ്റ്റ് അളവ് മുകളിൽ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് താഴേക്ക് 16 ഇഞ്ച് ലെങ്ത് ഇറക്കി കൊടുത്തിട്ട് അവിടെ നിന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് അവിടുത്തെ നമ്മൾ അളവെടുക്കുന്നതെന്ന് വെച്ചാൽ ഈ വെസ്റ്റ് അളവിനെക്കാട്ടിയും ഒരു 2.5 ഇഞ്ച് കൂട്ടിയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. എന്നിട്ട് അത് ഇങ്ങനെ ഒന്ന് വളച്ച് വരച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെയും ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ആ സെൻറ്ററിൽ നിന്നും അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും നമുക്ക് ഇച്ചിരി ലൂസിലാണ് ഈ പാൻറ്റ് കിടക്കുന്നത്. എന്നാൽ പലാസയല്ല, അങ്ങനത്തെ ഒരു പാൻറ്റാണ്. അപ്പം അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും 4 ഇഞ്ച് വീതം ഞാൻ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് മുകളിൽ നിന്നും താഴേക്ക് ആ 16 ഇഞ്ച് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് അവിടെ നിന്നും താഴേക്ക് നമ്മൾ ആ 4 ഇഞ്ച് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് അടയാളപ്പെടുത്തിയില്ലേ, ഇപ്പുറത്ത് 4 ഇഞ്ച് അടയാളപ്പെടുത്തി ആ ഭാഗത്തേക്ക് നമുക്കിതുപോലെ ഒന്ന് ചരിച്ച് വരച്ച് കൊടുക്കാം. ഈ സൈഡും അതുപോലെ തന്നെ നമുക്കൊന്ന് ചരിച്ച് വരച്ച് കൊടുക്കാം. എന്താ ഇതുപോലെ ഒന്ന് ചരിച്ച് വരച്ച് കൊടുക്കുക. എന്നിട്ട് ഈ അടയാളപ്പെടുത്തിയ ഭാഗങ്ങളെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. നമ്മൾ ഫ്രണ്ടും ബാക്കും എല്ലാം ഇത് ഒരേ അളവിൽ തന്നെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. സിഗരറ്റ് പാൻറ്റിനെ നമ്മൾ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആണ് കട്ട് ചെയ്തെടുത്തത്. ഇതിപ്പം അതിൻ്റെ ആവശ്യം വരുന്നില്ല, ഒരേ അളവിൽ തന്നെ. എന്നിട്ട് നമ്മൾ ഇതിലൊരു ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്റ്റിച്ചിങ് ഒന്നും വിട്ടു പോകില്ല, കറക്റ്റ് പക്ക ഫിനിഷിങ്ങിൽ തന്നെ ഇരുന്നോളും. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കട്ടിങ്. വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ കഴിയും. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. എന്നിട്ട് നമുക്കിനി ഇത് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. ഇതുപോലെ നമുക്ക് ഓരോ പീസും ഇതുപോലെ എടുക്കണം. എന്നിട്ട് ഫ്രണ്ട് പീസ് ബാക്ക് പീസും സെപ്പറേറ്റ് ആക്കിക്കൊണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതുപോലെ 2 സൈഡാണ് നമ്മളിപ്പോൾ യോജിപ്പിച്ചെടുക്കുന്നത്. ഫ്രണ്ട് പീസിൽ ഒരു പീസും ബാക്ക് പീസിൽ ഒരു പീസും കൂടെ എടുത്ത് വെച്ചിട്ട് 2 സൈഡും നമ്മളിതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കും. അപ്പം നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് പോക്കറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് സ്റ്റിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്നില്ല. ഇതുപോലെ താഴെ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 നമുക്കിതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് താഴ്ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ വീതിക്ക് നമ്മളത് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് നമുക്ക് ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഞാൻ ഒറ്റ അളവിൽ എന്ന് വെച്ചാൽ 4 ലെങ്തിലും 4 വിഡ്ത്തിലുമായിട്ട് ഒരു പീസ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് താഴ്ഭാഗം ഇതുപോലെ നമുക്കൊന്ന് മടക്കിയിട്ട് താഴെ നിന്നും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. ഇതുപോലെ കറക്റ്റായിട്ട് താഴെ നിന്നും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് മുകളിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് മുകൾ ഭാഗത്ത് എത്തുമ്പോഴത്തേക്കും നമ്മൾ ആ ക്രോസ് പീസ് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒരു സൈഡിലേക്ക് വേണം നമ്മളിത് സ്റ്റിച്ച് ചെയ്ത്
യോജിപ്പിക്കാനായിട്ട് ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ 2 സ്റ്റിച്ചിങ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അത് ക്രോസ് പീസിൻ്റെ 2 സൈഡിൽ സ്റ്റിച്ചിങ് വന്നിട്ടുണ്ട്. നമുക്കിനി അടുത്ത പീസ് ഇതുപോലെ എടുത്ത് വയ്ക്കാം. അടുത്ത പീസ് എടുത്ത് വെച്ചിട്ട് നമ്മൾ മുകളിൽ നിന്ന് താഴേക്കാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതിപ്പോൾ നമ്മുടെ ക്രോച്ച് ഏരിയയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലെ പാൻറ്റിൻ്റെ ക്രോച്ച് ഏരിയ മുകളിൽ നിന്നും താഴേക്ക് ഇതുപോലെ രണ്ടും കൂടി വെച്ചിട്ട് നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മളത് താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. എന്നിട്ട് അതിൻ്റെ താഴേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ആ ക്രോസ് പീസ് വെച്ചതിലേക്ക് ചേർത്ത് വെച്ച് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ക്രോസ് പീസിലേക്ക് വെച്ച് കൊടുത്തിട്ട് വേണം നമ്മളത് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇതുപോലെ ക്രോസ് പീസിലേക്ക് വെച്ച് കൊടുത്ത് അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ക്രോസ് പീസിൻ്റെ 3 സൈഡും സ്റ്റിച്ചിങ് വന്നിട്ടുണ്ട്. ഇനി ഒരു സൈഡാണ് സ്റ്റിച്ചിങ് വരാനുള്ളത്. അത് നമുക്ക് അടുത്ത ബോട്ടത്തിൻ്റെ ഒരു ലെഗ് നമ്മൾ സ്റ്റിച്ച് ചെയ്തല്ലോ, അടുത്ത ലെഗ് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും അത് കറക്റ്റായിട്ട് വന്നോളും. ഇതുപോലെ നമ്മളിപ്പം 3 സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി അടുത്ത സൈഡ് ഇതുപോലെ യോജിപ്പിക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് അടുത്ത ലെഗ് നമ്മൾ ഇതുപോലെ മടക്കിയിടുക. മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക. അപ്പോഴത്തേക്കും 4ാമത്തെ സൈഡും സ്റ്റിച്ച് ചെയ്ത് പോന്നോളും. ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ആ ക്രോസ് പീസിലേക്ക് യോജിപ്പിച്ച് പിന്നെ നമ്മൾ നമ്മുടെ ക്രോച്ച് ഏരിയ പാനിൻ്റെ ക്രോച്ച് ഏരിയയിലേക്ക് കയറ്റി കൊണ്ടുവന്ന് സ്റ്റിച്ച് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഫുള്ളായിട്ട് അവിടെ നിർത്താം. അതിനുശേഷം നമുക്ക് മുകളിൽ ഇലാസ്റ്റിക്കാണ് കൊടുക്കേണ്ടത്. ഇലാസ്റ്റിക് നമുക്ക് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം 2 സൈഡും ഇതുപോലെ ഓപ്പൺ ആക്കി കൊടുത്തിട്ട് നമുക്കതും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ മുകളിലേക്ക് പൊങ്ങിയിരിക്കില്ല ഇലാസ്റ്റിക് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഭാഗം, അതിനാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഇലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുത്ത് മെറ്റീരിയൽ ഇതുപോലെ മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തിട്ട് നമുക്ക് അരികെ കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഫുള്ളായിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ഒരു സ്റ്റിച്ചിങ് കൂടെ കൊടുക്കാം. ഇലാസ്റ്റിക് വലിച്ച് പിടിച്ച് ഒരു സ്റ്റിച്ചിങ് കൂടെ കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കട്ടിങ്ങിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ. വളരെ സിമ്പിളായിട്ട് വളരെ വേഗത്തിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ കഴിയും. ഇത് നമ്മൾ ഡെൽറ്റ ക്രഷിൻ്റെ മെറ്റീരിയൽ വെച്ചാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള മെറ്റീരിയൽസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് 60 ഇഞ്ച് വിഡ്ത്തിൻ്റെ മെറ്റീരിയലാണ്. നമ്മൾ മീറ്ററിന് 80 രൂപ റേറ്റിലാണ് നമ്മളിത് കൊടുക്കുന്നത്. ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യുക. ഇന്ത്യക്കുള്ളിൽ നമ്മൾ എവിടെയും അയച്ചു കൊടുക്കുന്നതായിരിക്കും. പോസ്റ്റ് ഓഫീസ് വഴിയും DTDC വഴിയാണ് നമ്മളത് അയച്ചു കൊടുക്കുന്നത്. അപ്പം വേണ്ടവർ പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക. നമ്മൾ ഇതിനു മുമ്പ് ഷോർട്സ് ആയിട്ടും ലോങ് ആയിട്ടും ഒക്കെ പിന്നെ മെറ്റീരിയൽസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് പോയി കാണുക. അപ്പോൾ നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ കളറുകളും പിക്കുകളും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ കോഡ് സെറ്റ് ആവശ്യമുള്ളവർക്കും കോൺടാക്റ്റ് ചെയ്യാം, അല്ല ഗൗണായിട്ട് വേണ്ടവർക്ക് അതിനായിട്ടും കോൺടാക്റ്റ് ചെയ്യാം. ഇതെല്ലാം നമ്മൾ വളരെ റേറ്റ് കുറച്ചിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർ പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു, യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.